ഹലോ, എന്തൊക്കെ വിശേഷം? ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മന്തിയാണ്. മന്തിക്ക് വേണ്ടി ഞാനിവിടെ 1.5 കിലോ ബസുമതി ലോങ് ഗ്രെയിൻ റൈസ് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് ബോയിൽഡ് റൈസാണ്, പച്ചരിയല്ല. അതിലേക്ക് 2 ചിക്കൻ, ഒരു ചിക്കൻ 4 പീസാക്കി വെട്ടിയത്, ഇത് 8 പീസ് ഉണ്ട്. അതിലേക്ക് വേണ്ടി പാചകം ചെയ്യാൻ ഒലീവ് ഓയിൽ, 10 ഗ്രാമ്പു, 5 ഏലക്ക, ഒരു കഷ്ണം പട്ട, 2 ടീസ്പൂൺ കറി മസാല, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 5-6 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 5-8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറുനാരങ്ങ, 3 വലിയുള്ളി, ഒരു മാഗി ക്യൂബ്സ് എന്നിവയാണ്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ഒരു ചെറിയ പാത്രമെടുത്ത് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അരച്ച് കറി മസാല ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കറി മസാല അതിൻ്റെ കൂടെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ പൊടിച്ചെടുത്തത് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് അരമുറി ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഒലീവ് ഓയിൽ ഒരു 10 മില്ലിയോളം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ കോഴിയിലേക്ക് നന്നായി പിടിപ്പിക്കുക. അപ്പോൾ അതൊക്കെ പിടിപ്പിച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കുക. ശേഷം നമുക്ക് ചോറ് വയ്ക്കാനുള്ളൊരു ചെമ്പെടുക്കുക. അതിലേക്ക് ഒരു 25 മില്ലി ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒലീവ് ഓയിൽ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക കൂടെ ചേർത്തിട്ട് 3 സവാള കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നേരത്തെ കാണിച്ചപ്പോൾ ഏലക്ക, പട്ട, ഗ്രാമ്പു എന്നിവയുള്ളതിൻ്റെ പകുതിയാണ് ഇതിലേക്ക് ചേർത്തത്. അതിൻ്റെ കൂടെ വെളുത്തുള്ളി, പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർക്കുക. സവാള നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള നിലയ്ക്കാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ മറക്കരുത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൂടെ മാഗി ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ്. അറബികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഈ ചിക്കൻ്റെ പീസുകൾ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ 15 മിനിറ്റോളമാണ് വേവിച്ചത്. അപ്പോഴത്തേക്കും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ചിക്കൻ നന്നായി വെന്ത ശേഷം മാത്രമേ അതിൽ നിന്ന് എടുക്കാവൂ.
അപ്പം നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ്റെ പീസുകൾ ഒരു ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിൻ്റെ ശേഷം വെള്ളത്തിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അരിക്ക് കണക്കാക്കി ആദ്യമേ ഒഴിച്ച വെള്ളം തന്നെ മതി. അരി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ബ്ലാക്ക് ലെമൺ വേണമെങ്കിൽ അത് ഉപയോഗിക്കുക. ഞാൻ ബ്ലാക്ക് ലെമൺ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ മറ്റേ ലെമൺ ഉപയോഗിച്ചത്. അപ്പോൾ ചിക്കൻ്റെ 2 പീസും ചെറുതായി ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കോരിയെടുത്ത ശേഷം അടുത്ത ചിക്കൻ്റെ പീസുകൾ നമുക്ക് ഫ്രൈ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഫുഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ എണ്ണയുടെ ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ പച്ചക്കറികളൊന്നും വേണ്ട. നമ്മുടെ ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ കുരുമുളകിൻ്റെ പീസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ സാലഡ്, കെച്ചപ്പ് എന്നിവയും റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഇത് ട്രൈ ചെയ്യണം. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.